മാസ് മസാല പടങ്ങളുടെ OG എന്ന് പറയപ്പെടുന്നത്, അറിയപ്പെടുന്നല്ല, അവര് പറയപ്പെടുന്ന പടം. They call him OG, ഓജസ് ഗംഭീരാൻ. ഗംഭീര അല്ല, ബീരാൻ, അത് മതി. കാരണം ആള് അത്ര ഡിസേർവ് ചെയ്യുന്നുള്ളൂ. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ പോയിട്ട് അവസാനം കരം കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. കാരണം ഇവിടെ ഒന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. സോ കരത്തിന് ഏകദേശം 1.5 കോടിയോ 2 കോടിയോ എന്തോ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ പറയുന്നു. അതിൽ 150 ഉറുപ്പ്യ എന്റെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല പറയണ്ട ഇനി. സോ ആദ്യം തമനെ പറ്റി പറയാം. ലോർഡ് തമൻ ഓൺ ഗോഡ് മോഡ്, അത്രേ പറയാനുള്ളൂ. ആ ബീരാന് കൊടുത്ത പൈസയൊക്കെ ഇങ്ങേർക്ക് എടുത്ത് കൊടുക്ക്. ആജാതി പട്ടിപ്പണിയാണ് എടുത്തിരിക്കുന്നത്. സോ യൂഷ്വലി എല്ലാവർക്കും ഈ മറ്റേ മൾട്ടി സ്റ്റാർ ഫിലിമോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ഉള്ള പടങ്ങൾ കിട്ടുമ്പോൾ, അതായത് ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സിന്റെ പടങ്ങൾ കിട്ടുമ്പോൾ ടെൻഷൻ ആയിരിക്കും. കാരണം ഇതൊന്നും വർക്ക് ആയില്ലെങ്കിൽ ഫാൻസിന്റെ തെറി വെക്കണമല്ലോ പറഞ്ഞിട്ട്. ഡാക്കു മഹാരാജിൽ കൊല്ലി ഐറ്റം ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു വർക്കാണ് അങ്ങേര് പണി വെച്ചിരിക്കുന്നത്. കിടു, വൻ കിടു സാധനം. ഈ സിനിമ പിന്നെയും കാണണമെന്ന് തോന്നാനുള്ള മെയിൻ റീസൺ ഈ സിനിമയുടെ കംപ്ലീറ്റ് സോൾ നമ്മുടെ ലോർഡ് തമന്റെ മ്യൂസിക് വർക്കാണ്. ഗാരുവിന്റെ കാര്യം പറയാം. അടുത്തത് പറയേണ്ടത് ഗാരുവിനെ പറ്റിയിട്ടാണ്, അതായത് നമ്മുടെ ബീരാനെ പറ്റിയിട്ട്. അണ്ണ കോപ്രായം അല്ല സ്വാഗ്, അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലാവാത്ത ഇതിന്റെ ഡയറക്ടറിന്റെ കണ്ണൊക്കെ എവിടെയാണ് എന്നാണ്. ഇങ്ങനെ ഈ കാണിക്കുന്ന കോപ്രായൊക്കെ മാസാണോ? ഒരൊറ്റ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ആ ഇമ്രാൻ ഹാഷ്മി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നടന്ന് സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ ഒരു സ്വാഗ് ഉണ്ട്. അതും ഇങ്ങേര് നടന്നു വരുമ്പോൾ ഒരു പോർഷൻ ഉണ്ട്. അത് മാത്രം നോക്കിയാൽ ഇത് കോപ്രായം, പീക്ക് ലെവൽ കോപ്രായം. അതേപോലെ തന്നെ ഇങ്ങേര് റൊമാൻസ് ഉണ്ട് ഇതിൽ. അണ്ണ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതല്ല അണ്ണ റൊമാൻസ്. ആൻഡ് ആ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് കണ്ടിട്ട് ഒരു പെണ്ണ് വീഴുണ്ടെങ്കിൽ ആ പെണ്ണ് എത്ര മണ്ടിയാണെന്ന് ആലോചിച്ച് നോക്ക്. വേറെ ആരുമല്ല, പ്രിയങ്ക മോഹനാണ്. ആ കൊച്ചു പിന്നെ അതിലേറെ ക്യൂട്ട്നെസ് വാരിയല്ല. ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞ് കിടക്കണം പറയല്ല, ചാവാൻ കിടക്കുകയാണ് ബുള്ളറ്റും കയറിയിട്ട്, അപ്പോഴും ക്യൂട്ട്നെസ്. സോ യൂഷ്വലി എല്ലാ ഹീറോന്റെ ഭാര്യമാരെയും ഇങ്ങനത്തെ വില്ലന്മാരെ കൊല്ലുമല്ലോ. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ കൊച്ചൊന്ന് ചാവാൻ വേണ്ടിയിട്ട്. കാരണം അജാതി ക്യൂട്ട്നെസ് വെതറി എറിയലാണ്. ചത്ത് കഴിഞ്ഞാലും പോണില്ല, ഈ മെമ്മറീസ് ആയി വന്നിട്ട് വീണ്ടും ക്യൂട്ട്നെസ് വാരി എറിയല്. ആൻഡ് ഈ സിനിമയുടെ ടുവേർഡ്സ് എൻഡ് വന്നിട്ട് ഇങ്ങനെ ജാപ്പനീസ് ഭാഷയിലൊക്കെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ഏതോ ഭാഷയാണ്, തമിഴും തെലുങ്കൊന്നും അല്ല. ഇത് കണ്ടിട്ട് ഇമ്രാൻ ഹാഷ്മി വാ വിളിച്ചിരിക്കുകയാണ്. അണ്ണ എനിക്ക് തന്ന സ്ക്രിപ്റ്റിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. അജാതി എക്സ്പ്രഷൻ അങ്ങനെ ഇട്ട് മിക്കവാറും ആൾ കൈ നിട്ട് തന്നെ ആയിരിക്കും. ഇതിൽ മറ്റേ എന്താണ് സാമുറായി, അതേപോലെ തന്നെ ബ്ലാക്ക് ഡ്രാഗൺ, യക്കൂസ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള ഫൈറ്റോ ഒരു തേങ്ങയില്ല. ഇതാണ് അങ്ങേരുടെ ഫൈറ്റ്. ആൻഡ് പകുതി മുക്കാലും ഇങ്ങേരെ ഡ്യൂപ്പ് തന്നെ ചെയ്താണ് പറഞ്ഞാൽ ബാക്ക് ഷോട്ടും പരിപാടികളൊക്കെയാണ്. അണ്ണ വെയിക്കുന്ന പണിക്ക് നിന്നാ പോലെ. ഇത്രയും കിടു പറഞ്ഞ സാമുറായി ആ ഗ്രൂപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റർ ആണ്, യക്കൂസക്കാരെ മൊത്തം കൊന്ന ഫൈറ്റർ ആണ് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ആ നഞ്ചക്ക് വെച്ചിട്ട് 4 സാധനമെങ്കിലും കാണിക്കുക. അയ്യേ, ഇങ്ങേർക്ക് വെയിക്കുന്ന പണിക്ക് പോയാൽ പോരെ. ഇങ്ങേരുടെ യങ്ങ വേർഷൻ ചെയ്തൊരു പയ്യനുണ്ട്. ആ പയ്യനെ വെച്ച് ത്രൂ ഔട്ട് പടം എടുത്തെന്ന് വെച്ചാൽ ഇതിലും കിടുവായിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നൈസാണ്, കിടുവാണ്. ആക്ച്വലി ടെക്നിക്കലി ബ്രില്യന്റ് ആണ് ഈ സിനിമ. പക്ഷെ അറിയാലോ, തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആയപ്പോ എനിക്ക് തോന്നുന്നു ഹരീഷ് ഉത്തമൻ പോയിട്ട് ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞിട്ടാവും, അണ്ണ എല്ലാവർക്കും വെടിവെക്കാൻ നിങ്ങൾ സമയം കൊടുത്തു, എനിക്ക് കുറച്ച് വെടിവെക്കാൻ താ. അങ്ങനെ അങ്ങേർക്ക് വെടിവെക്കാൻ കൊടുത്ത സമയമാണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ്. ഇമ്രാൻ ഹാഷ്മിയാണ് ഈ സിനിമയിൽ വില്ലൻ. ഞാൻ വന്നിട്ട് അഖ ബോളിവുഡ് എക് തറഫ് ഇമ്രാൻ ഹാഷ്മി എക് തറഫ് എന്ന് പറയാനൊക്കെ ഇരുന്നാണ്. കാരണം ഓമിയുടെ ഇൻട്രോ കണ്ടപ്പോ ഞാൻ അതൊക്കെ വിചാരിച്ചു. ഇങ്ങനെ പവൻ കല്യാൺ ഒരു അടി പോലും അടിക്കുന്നില്ല. പിന്നെ എന്നാ കോപ്പിലെ വില്ലനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു അടി പോലും അങ്ങയുടെ മേത്ത് കൊള്ളില്ല. ഈ മറ്റേ ഇത്രയും ജാപ്പനീസ് ഫൈറ്റേഴ്സ്, ഇന്റർനാഷണൽ ഈ മറ്റേ സംഭവമൊക്കെ പഠിച്ചു വന്ന ഫൈറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കീറല് പോലും അങ്ങയുടെ മേത്തില്ല. എന്തോന്നടേ ഇത്? ഇങ്ങനെ എന്താ പല സൂപ്പർമാൻ ഉണ്ടായതോ അല്ല അറിയാൻ ചോദിക്കുക. എന്നിട്ട് ഭയങ്കര വില്ലനാണ്, മറ്റേ തേങ്ങയാണ് മാങ്ങയാണ്. ശരിക്കും ഇമ്രാൻ ഹാഷ്മിയൊക്കെ കൊണ്ടുവന്നിട്ട് കോമാളിയാക്കി വിട്ടു. എന്റെ എണ്ണ ഇതിലും ഭേദം മറ്റേ യശ്രാജ് യൂണിവേഴ്സിൽ പോയി അഭിനയിക്കുന്നതാണ്. ഇനിയിപ്പോ കോമാളി ആവാൻ വേണ്ടിട്ട് ഇപ്പൊ തെലുങ്കിലേക്ക് വരണ. ആയിച്ചേ, ഇതിൽ മറ്റേ സഹോന്റെ ഒരു റെഫറൻസും ആ ഒരു കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ്. അതൊക്കെ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പവൻ കല്യാണിനെ മാറ്റിയിട്ട് ലോകത്താരെ വെച്ചോ, ഇവൻ നമ്മുടെ മലയാളത്തിലെ ചെറിയ ചെറിയ ആക്ടേഴ്സിനെ വെച്ചാൽ കൂടി ഈ പടം ഒന്നും കൂടി നന്നായേനെ. ഈ സിനിമയ്ക്ക് ബേസിക്കലി ഒരു 1000 കോടി അടിക്കാനുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. അടിച്ചില്ല. മെയിൻ റീസൺ അങ്ങേരെ കോപ്രായം തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊക്കെ ഒരു സീൻ ഉണ്ട്, കാണുന്നവന്റെ തൊലി ഉരിഞ്ഞും. അജാതി പേക്കൂത്താണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് നമ്മുടെ ഇമ്രാൻ ഹാഷ്മി ഞാൻ റിവഞ്ചിന് തിരിച്ചു വരും പറഞ്ഞപ്പോ അണ്ണാക്കിൽ ബോംബ് പൊട്ടിച്ചിട്ട് അണ്ണനെയും തീർക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തതിൽ ആര് വരും പറഞ്ഞിട്ടാണ്. ഇവൻ വല്ല പ്രഭാസ്, വിജയ്, അല്ലു അർജുൻ, രാം ചരൺ, വിക്രം, സൂര്യ ആരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കിടു ആവേണ്ടതാണ്. ഇങ്ങേർക്ക് സാഗും ഇല്ല, ഒരു കോപ്പും ഇല്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഹരിഹര വീരമല്ലു.
കണ്ടതാണ് ഞാൻ. ഓ, പേക്കൂത്ത് പടം, ഇത്ര കിടു മ്യൂസിക് വർക്കുള്ള ഒരു പടം കൊണ്ടിട്ട് തൊലച്ചു. ഡാക്കു മഹാരാജില് ഇവൻ ബാലയ്യയുടെ പടത്തില് വരെ ഈ മറ്റേ ബോബി ഡിയോളിന് അത്യാവശ്യം സ്ക്രീൻ പ്രസൻസും പരിപാടിയും അതേപോലെ തന്നെ അത്യാവശ്യം കിടു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ഇതിലൊന്നുമില്ല. ഇങ്ങനെ വലിയ സൂപ്പർ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെയെ കാണിക്കുന്നുണ്ട് പേക്കൂത്ത്. ആൻഡ് എനിക്ക് തോന്നുന്നു ബാലയ്യ ഇസ് ഫാർ ബെറ്റർ ദാൻ ദിസ് ഗായ്. സത്യം പറയാലോ. ഇനിയിപ്പോ മറ്റേ അക്കണ്ട ടൂല് വരുന്ന ഇവൻ എനിക്ക് തോന്നുന്നു വില്ലന് അവിടെയും കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാവും. ഇത് ഇങ്ങേരുടെ പടത്തിലൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഇവൻ ഹരിഹര വീരമല്ലൂല് ബോബി ഡിയോൾ അതപ്പോ 2 മിനിറ്റോ. ഒരു പേക്കൂത്ത് പടം. സീരിയസ്ലി കിടു പടം കൊണ്ടാണ് ഈ മ്യൂസിക് വർക്ക് മാത്രം കാരണം തൊലച്ചു വിട്ടു. ആൻഡ് ഈ സിനിമയുടെ ഇന്റർവൽ സീനൊക്കെ നൈസ് ആട്ടോ, കിടുവായിരുന്നു. നമ്മൾ എന്തൊക്കെ ന്യൂട്ടന്റെ ലോന് എതിരാണ് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സീന് വിത്ത് തമന്റെ മ്യൂസിക് കിടുവായിരുന്നു. ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 1-2 സീൻ ഉണ്ട്. ഇങ്ങേരെ കണ്ടിട്ടൊന്നുമല്ല, ഈ മ്യൂസിക് വർക്ക് കാരണം. എനിക്ക് തോന്നുന്നു ഇങ്ങേർക്ക് വരെ ആ റോൾ ഇമ്രാൻ ഹാഷ്മിക്ക് കൊടുത്തെന്ന് വെച്ചാൽ പെട്ടേന്ന്. സോ വേണ്ടവർ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ മലയാളം, തമിഴ്, തെലുങ്ക്, അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ഇറ്റലി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്.